കുഴപ്പമില്ല, ഞാൻ വന്നോളാം, ഓട്ടോ കിട്ടിയാൽ മതി, വന്നോളാം എന്ന് സമ്മതിച്ചു. നമ്മൾ ക്ഷണം സ്വീകരിച്ച് അപ്പോൾ തന്നെ സമ്മതിക്കുകയും ഇന്ന് നേരത്തെ തന്നെയുള്ള അച്ഛൻ എത്തി. എല്ലാവരും എല്ലാം കാണാൻ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കും. അപ്പം അച്ഛനെ ഏറെ സ്നേഹത്തോടെ അധ്യാപകരുടെയും ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും സൗകര്യത്തിൽ വന്ന ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും എന്നെ ഇതുപോലെ ആരും ആദരിക്കപ്പെട്ടില്ല. ഞാൻ 1985 വിദ്യാർത്ഥികൾ വഴിക്ക് എന്റെ പൂർവികരായ ക്ലാസ്സിൽ നല്ലവരെ പോയിട്ടുണ്ട്. എന്റെ പൂർവ്വ ഒരു മകൻ ഇവിടെ ഇപ്പൊ പഠിക്കുന്നുണ്ട്. അവന് പോലീസിൽ നിന്ന് ഒരു മകൻ വരെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നോട് തോന്നില്ല ബഹുമാനമുള്ള ഒരു ശിക്ഷകനാണ്. പിന്നെ അതുകൂടാതെ ഞാൻ പഠിപ്പിച്ച ഇപ്പം ഈ ക്ലാസ്സിലെ പല കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല എത്തണമെന്ന് എന്റെ ആഗ്രഹം. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും നല്ല മാർഗോടുകൂടി ജനിച്ച് അവരൊക്കെ നല്ല ഉന്നതന്മാരാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇവിടെ ഈ ഒരു സ്കൂള് ഇത്രയും നിലയിലേക്ക് ഒരു സാഹചര്യം എനിക്കുണ്ടായി. ഞാൻ വളരെ ഞാൻ അടുത്ത് ഉണ്ടായിരുന്ന സ്കൂളിലാണ് പഠിച്ചിരുന്നത്, 1 സ്കൂളിലാണ്. അന്നൂടെ സ്കൂളുണ്ട്. ഞാൻ 5ാം ക്ലാസ് 1 സ്കൂളിലാണ് പഠിക്കും. അത് കഴിഞ്ഞ് വളരെ സിലബസിലാണ് പോയി പഠിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. ഞാൻ ഒരു ചെറിയ ആശയം പഠിച്ചു. എനിക്ക് പോളിയോ വന്നു 30 വർഷത്തോളം ഞാൻ മുറിയിൽ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യുമായിരുന്നു. അങ്ങോട്ടാണ് ഇന്ന് വരെ ഈ അടുത്ത ദിവസം വരെ ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വലിയ ഒറ്റയുടെ പോകായിരുന്നു. ഞാൻ നിർത്തി വെച്ചത് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ നല്ല ഉന്നതന്മാരായി നിലകൊണ്ട് എന്റെ കഴിവല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായി. അവരുണ്ടായിരുന്നെ ഓരോ വിഷയത്തിൽ അവർ എനിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു തരുന്നുണ്ട്. ഇപ്പേ ഓരോ സന്ദർഭത്തിൽ എന്നെ ഇവിടെ വരുത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഇവർക്ക് അധ്യാപകരോട് ഞാൻ കൃതജ്ഞത പ്രകടിപ്പിച്ചു. കൂടാതെ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസയാണ് നേർന്നുകൊണ്ടത്. നമ്മുടെ അടുത്ത ഏറ്റവും മനോഹരമായ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. തലമുറകളുടെ തലമുറകൾ കണ്ട ആശാനെ നമ്മുടെ വിദ്യാലയം ആദരിക്കുന്നതിനായി നമ്മുടെ അച്ഛനെ ക്ഷണിച്ചു. പല പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലും ഇതൊരു വലിയ അനുഭവം. എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഒരു ജലത്തിൻ്റെ ആശാനെ ആദരിക്കുന്ന ഉച്ചാരണം. വളരെ ഇപ്പോൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകനെ ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു ആഗ്രഹം തോന്നും. അത് തീർച്ചയായിട്ടും എനിക്ക് പക്ഷേ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിലത്തെഴുത്ത് ആശാന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. പിന്നെ അംഗൻവാടിയും LKG UKG ഒത്തിരി ഇഷ്ടത്തോടെ സ്വീകരിച്ച ഒരു ജോലിയാണ്. അപ്പൊ അധ്യാപികയാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ തമ്പി ആശാനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.